നമസ്കാരം, ഫുട്ബോൾ പേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ നേരുകയാണ്. ഈ വർഷം പൊളിക്കുക, ഈ വർഷം എല്ലാം എന്താ പറയുക, റെസൊല്യൂഷൻസ് എല്ലാം നടക്കട്ടെ അല്ലേ, അത്രയും ഇപ്പം പറയുന്നുള്ളൂ. നമ്മുടെ ഒരു സ്പോർട്സ് ചാനലാണല്ലോ, സോ നമ്മുടെ ക്ലബ്ബുകളുടെ എല്ലാ റെസൊല്യൂഷൻസും നടക്കട്ടെ. സോ അവിടെ നമ്മൾ നേരെ വീഡിയോയിലോട്ട് കിടക്കുവാണെങ്കിൽ കുറച്ച് അപ്ഡേറ്റുകൾ, ട്രാൻസ്ഫർ മാർക്കറ്റിൽ കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. സോ അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് റോബർട്ടോ കാർലോസിന് കനോസ് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ആളിപ്പം ഡേഞ്ചർ സോൺ തരണം ചെയ്തെന്നുമാണ് പറയുന്നത്. ഇപ്പോഴും ആൾ ഒബ്സർവേഷനിലും മറ്റുമൊക്കെയാണ്. സോ ഹോപ്പിംഗ് ഫോർ എ സ്പീഡ് റിക്കവറി, അത്രയും ഇപ്പം പറയാനായിട്ടുള്ളൂ. സോ അവിടുത്തെ അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണ് ഫസ്റ്റ് തന്നെ കിലിയൻ എംബാപ്പയ്ക്ക് ഒരു സ്പ്രെയിൻഡ് ലിഗമെന്റ് ഇഞ്ചറി കാരണം 3 ആഴ്ചയിലേക്ക് ഔട്ട് ആകും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ റയൽ മാഡ്രിഡിന് അത് വലിയൊരു തലവേദന തന്നെയാണ്. കാരണം സൂപ്പർ കപ്പ് എസ്പാന നടക്കാനായിട്ട് പോവാണ്. മിക്കവാറും എംബാപ്പെ അത് മിസ് ചെയ്യും എന്നുള്ള കാര്യം ഓൾമോസ്റ്റ് ഗ്യാരണ്ടീഡ് ആയിട്ടുണ്ട്. സോ ഈ വീക്കെൻഡിൽ റയൽ ബെറ്റിസിന് അഗേൻസ്റ്റ് ഒരു ടഫ് മാച്ച് തന്നെയാണ് റയൽ മാഡ്രിഡിന് വരാൻ കിടക്കുന്നതും. സോ എംബാപ്പെ ഇല്ലാതെ എങ്ങനെ റയൽ മാഡ്രിഡ് കളിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഐ തിങ്ക് വിനീഷ്യസ് ജൂനിയറിന് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. സോ അവിടുന്ന് നമ്മൾ മറ്റ് ട്രാൻസ്ഫർ അപ്ഡേറ്റുകളിലോട്ട് കിടക്കുമ്പോഴേക്കും ബാർസലോണയിലോട്ട് തിരിച്ച് ജാവോ ക്യാൻസലോ വരുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നടക്കുന്നു എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ ക്യാൻസലോനെ ഡീ രജിസ്റ്റർ ചെയ്യാൻ പോവാണ് അൽ ഹിലാൽ. ഇൻസാഗിയുടെ പ്ലാനിലേ ഇല്ല. സോ ബാർസലോണയും ഇന്ററും ആണ് താരത്തിന് വേണ്ടി ഇപ്പോൾ രംഗത്തുള്ളതെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈയോ അല്ലെങ്കിൽ ലോൺ വിത്ത് പാർട്ട് ഓഫ് ദ സാലറീസ് ബാർസ കവർ ചെയ്യുക, ആ ഒരു രീതിയിലുള്ള ഡിസ്കഷനാണ് നടക്കുന്നത്. സോ ഇന്റർ മിലാൻ പ്രോബബ്ലി ബാർസയെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പാക്കേജ് ഫ്രണ്ടിൽ വെക്കുമായിരിക്കും. മെയിൻലി കൂടുതൽ സാലറി അവർ കവർ ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ക്യാൻസലോ പ്രിഫർ ചെയ്യുന്നത് ബാർസ മൂവാന്ന് കേൾക്കുന്നുണ്ട്. ലെറ്റ്സി ബാർസലോണ ഐഡിയിൽ പുള്ളിയോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എന്തായാലും റിയലി ഡിഫിക്കൽട്ടായിരിക്കും. പുള്ളി ചെയ്യണമെങ്കിൽ മെജോറിറ്റി ഓഫ് ദ സാലറിയും എനിക്ക് തോന്നുന്നു അൽ ഹിലാൽ കവർ ചെയ്യേണ്ടി വരുമായിരിക്കും. ഇത് ക്യാൻസലോടെ പ്രിഫറൻസ് പോലെ ഇരിക്കും. അവിടെ നിന്ന് മറ്റ് അപ്ഡേറ്റുകളിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ബ്രെനൻ ജോൺസൺ ടു ക്രിസ്റ്റൽ പാലസ് ഓൾമോസ്റ്റ് ഡൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡീൽ ഉടനെ നടക്കും എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രോബബ്ലി ഇന്ന് തന്നെ ആ കാര്യം ഫൈനലൈസ് ആക്കും എന്നുള്ള രീതിയിലാണ്. 35 മില്യൺ പൗണ്ട്സിന്റെ ഒരു പാക്കേജാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് കുറച്ച് ഹിയർ വീഗോ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ പാസ്കൽ ഗ്രോവിനെ ബ്രൈറ്റൺ 2 മില്യൺ യൂറോസിന് സൈൻ ചെയ്തിട്ടുണ്ട്. ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഹിയർ വീഗോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നെയ്മർ സാന്റോസിൽ തന്നെ തുടരും. 1 more year കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ആള് സാന്റോസിൽ. ആളുടെ ലക്ഷ്യം 2026 ഫിഫ വേൾഡ് കപ്പ് തന്നെയാണ്, ബ്രസീൽ ടീമിൽ കയറുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് നാളെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സോ സാന്റോസിൽ തന്നെ നെയ്മറിന്റെ കളികൾ തുടരും. അതുപോലെ തന്നെയാണ് മാനോർ സോളോവൻ ഫ്യോറന്റീനയിലോട്ട് പോയിട്ടുണ്ട്. ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈക്കാണ് ഫ്രം ടോട്ടൻഹാം ഹോട്ട്സ്പർ. സോ ആ ഡീല് നടന്നായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. സോ അവിടുന്ന് നമ്മൾ മറ്റ് കുറച്ച് അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ടൈറിക് ജോർജും അതുപോലെ തന്നെ റഹീം സ്റ്റെർലിങ്ങിലും ഇൻട്രസ്റ്റഡ് ആണ്. ഫുള്ളാം എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ ഒരു ഡബിൾ ഡീൽ ഡൺ ചെയ്യാൻ അവർ നോക്കുന്നു എന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെയാണ് പ്രോബബ്ലി വൺ ഓഫ് ദ ഹോട്ടസ്റ്റ് ടോപ്പിക് എല്ലാവരും അറിഞ്ഞാലും എൻസോ മരസ്കനെ ചെൽസി സാക്ക് ചെയ്യാനായിട്ട് നല്ല സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ ആദ്യം ഇത് സ്കൈ സ്പോർട്സ് ആണ് ബ്രേക്ക് ചെയ്തത്. പിന്നെ ഫാബും ഡേവിഡ് ഓൺസിനും എല്ലാം കൺഫേം ആക്കിയിരിക്കുകയാണ്. ദർ ഇസ് ടെൻഷൻ ബിറ്റ്വീൻ ചെൽസി ബോർഡ് ആൻഡ് എൻസോ മരസ്ക. ഓൾറെഡി നമുക്കറിയാം കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് എൻസോ മരസ്ക പ്രസ് കോൺഫറൻസിൽ ബോർഡിന് അഗേൻസ്റ്റ് ചെറിയൊരു ഡിഗ് കൊടുത്തിരുന്നു. കൂടാതെ റീസെന്റ് റിസൾട്ടുകൾ ലാസ്റ്റ് 6 മാച്ചിൽ നിന്ന് ആകപ്പാടെ ഒരേ ഒരു വിന്നാണ് ചെൽസിക്കുള്ളത്. സോ റീസെന്റ് റിസൾട്ടുകളും അഗേൻസ്റ്റ് തിരിഞ്ഞിട്ടുണ്ട്. സോ അതിനകത്ത് തന്നെ എൻസോ മരസ്കയ്ക്ക് ഈ ഒരു വരുന്ന ആഴ്ചയിലെ മാച്ചുകൾ, നെക്സ്റ്റ് സിറ്റി മാച്ചാണ്, റിയലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മാച്ചാണ്. മേ ബി ഈ ഒരു ജനുവരി മന്തിലെ മാച്ചുകൾ ക്രൂഷ്യൽ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. സോ ലെറ്റ്സ് സീ എൻസോ മരസ്ക തുടരുകയോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ജാക്ക് ഹാരിസണിൽ വലൻസിയ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ലീഡ്സിന്റെ 29 വയസ്സുകാരനായ വിങ്ങറാണ് ജാക്ക് ഹാരിസൺ. അതുപോലെ തന്നെയാണ് റയൽ മാഡ്രിഡ് ഒരു ബ്രസീലിയൻ സെൻട്രൽ ഫോർവേഡിന് വേണ്ടി രംഗത്തുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മറ്റാരുമല്ല, കയ്യോ ജോർജ് എന്നാണ് പേര്. 23 വയസ്സുകാരനാണ്. ബ്രസീലിയൻ ലീഗിൽ ക്രൂസേറിയോയ്ക്ക് വേണ്ടിയാണ് ആൾ കളിക്കുന്നത്. സോ ലീഗിൽ 33 മത്സരങ്ങളിൽ നിന്ന് 21 ഗോളും 7 അസിസ്റ്റും താരം നേടിയിട്ടുണ്ട്. സോ ജനുവരിയിൽ ഈ താരത്തിന് വേണ്ടി നീങ്ങുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. സാധ്യത ഇപ്പം കുറവാണ് കാണുന്നത്. ബട്ട് മേ ബി ഇൻ സമ്മർ നല്ല സാധ്യത ഉണ്ടെന്നുള്ളൊരു ഫീലുണ്ട്. അല്ലെങ്കിൽ ഒരു ഡീൽ അഗ്രി ചെയ്ത് വെക്കുമായിരിക്കും എന്നൊരു ഫീലുണ്ട്. സോ ലെറ്റ്സ് സീ ഈ ഡീൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. താരത്തിൽ മറ്റ് പല ക്ലബ്ബുകളും ഇൻട്രസ്റ്റഡ് ആണ്. ബട്ട് റയൽ മാഡ്രിഡ് രംഗത്ത് ഇപ്പോൾ ഫസ്റ്റ് ടൈം വന്നിട്ടുണ്ട്. 2028 വരെയാണ് ആൾക്ക് ഇപ്പോൾ കോൺട്രാക്ട് അവിടെ ഉള്ളത്.
കൂടാതെ കിയേസയ്ക്ക് വേണ്ടി യുവന്റസ് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ ഗസറ്റഡ് എല്ലാ സ്പോട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൊലച്ചി പുള്ളി വലിയ എന്നുള്ള കാര്യം. കിയേസ നമുക്കറിയാം നല്ലപോലെ അവസരങ്ങൾ കൊടുക്കുമ്പോൾ നല്ലപോലെ കളിക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു സ്ലോട്ട് അങ്ങനെ ഹൈലി റേറ്റ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. പുള്ളിനെ അധികം മിനിറ്റ്സ് കൊടുക്കാറില്ല. സ്റ്റാർട്ടിങ് റീസെൻ്റ്ലി ആൾക്കൊരു സ്റ്റാർട്ട് കിട്ടുന്ന ഒരു സിനാരിയോ കണ്ടു. പക്ഷേ എനിക്ക് അറിയത്തില്ല ജനുവരി മൂവിയോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. മേ ബി കൂടുതൽ ഗെയിം ടൈമിന് വേണ്ടി കിയേസ പുഷ് ചെയ്യുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. പുള്ളി വളരെ പ്രൊഫഷണലായിട്ടാണ് അവിടെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ എന്താവുന്നത്. അതുപോലെ തന്നെയാണ് സെമന്യോയിൽ ഇൻട്രസ്റ്റഡ് ആയെന്നല്ലോ ലിവർപൂൾ. സെമന്യോഡിയിൽ നടക്കാത്ത സ്ഥിതിക്ക് മറ്റൊരു അറ്റാക്കറിനെ ലിവർപൂൾ നോക്കുന്നു എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നാപ്പോളി, കോമോ, അതുപോലെ തന്നെ സ്പോർട്ടിംഗ് CP, ബാർസലോണ ഇവരെല്ലാവരും ഡെപ്പോർട്ടിവോ ലാ കോർണയുടെ വിങ്ങറായ യെറമി ഹെർണാണ്ടസിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. 23 വയസ്സ് തന്നെ സ്പാനിഷ് വിങ്ങറാണ് താരം. സോ താരത്തിന് ഈ ക്ലബ്ബുകളെല്ലാം നോക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മേ ബി സമ്മർ മൂവ് ആയിരിക്കാം. അതുപോലെ തന്നെ മറ്റു കുറച്ച് അപ്ഡേറ്റുകൾ വരാനായിട്ടാണ് റാസ്മസ് ഹോയിലൻഡിൽ പെർമനന്റ് ആക്കാനായിട്ടുള്ള ഡിസിഷൻ നാപ്പോളി എടുത്തു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഫാബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ടുകൾ പ്രകാരം 6 മില്യൺ യൂറോസിന്റെ ഒരു ലോൺ ഫീസ് പേ ചെയ്തു. 44 മില്യൺ യൂറോസും കൂടെ അടയ്ക്കുവാണെങ്കിൽ പെർമനന്റ് ആക്കാം. ആ 44 മില്യൺ യൂറോസ് പെർമനന്റ് ആക്കാനായിട്ടുള്ള ഡിസിഷൻ നാപ്പോളി എടുത്തു എന്നാണ് കേൾക്കുന്നത്. പുള്ളി അടിപൊളിയായിട്ടാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നുള്ള കാര്യം. സോ ഇതാണ് ട്രാൻസ്ഫർ ലോകത്തെ കൂടുതൽ അപ്ഡേറ്റുകളും മറ്റുമൊക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. കൂടാതെ നമ്മുടെ ലാസ്റ്റ് ലൈവ് പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ അല്ലേ? പ്ലീസ് ഡു കമന്റ്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം മറ്റൊരു കാര്യം, ഈ എൻസോ മരസ്കയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ ഒപ്പീനിയനോട് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസുകളും മറ്റുമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ലാസ്റ്റ് ഒന്ന് പറയാനായിട്ട് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പറയാനായിട്ടാണ്, ഡു യു തിങ്ക് എൻസോ മരസ്കൻ ഇപ്പം സാക്ക് ചെയ്യുന്നത് റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണോ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് ഇപ്പോഴത്തെ നമ്മൾ സിനാരിയോ നോക്കുവാണെങ്കിൽ ടു ആൻ എക്സ്റ്റെൻറ്റ് എൻസോ മരസ്കയുടെ ടാക്ടിക്സും മറ്റും എല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ബോർഡും ഈക്വലി റെസ്പോൺസിബിൾ അല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. നിങ്ങൾ ആ ചെൽസിയുടെ ഡിഫൻസീവ് ലൈൻ ഒന്ന് നോക്കുക, ചെൽസിയുടെ സെൻട്രൽ ബാക്ക് ഓപ്ഷൻസ് നോക്കുക, ചെൽസിയുടെ മിഡ്ഫീൽഡ് നിങ്ങൾ ഇവ നോക്കുക. എൻസോ ഫെർണാണ്ടസും അതുപോലെ തന്നെ കൈസറോനിട്ടാണ് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നത്. യെസൂജോനൊക്കെ എപ്പോഴും ഇഞ്ചുറിയാണ്. ലാവി ഒരിക്കലും അവൈലബിൾ അല്ല. സാന്റോസ് ആണ് ഇപ്പോൾ ഒരേ ഒരു ബാക്കപ്പ് മിഡ്ഫീൽഡർ. ഈവൻ സ്ട്രൈക്കറിലൊക്കെ ഓക്കെ അഡീഷൻസ് കൊണ്ടുവന്നു, വിങ്ങേഴ്സിനെ കൊണ്ടുവന്നു. ബട്ട് ആ ഡിഫൻസീവ് ലൈനിൽ ഇപ്പോഴും ഇഷ്യൂസ് ഉണ്ട്. ആ സ്ക്വാഡിൽ ധാരാളം ഇഷ്യൂസ് ഉണ്ട്. സോ ടു ആൻ എക്സ്റ്റെൻറ്റ് ആ സ്ക്വാഡ് സെറ്റ് ചെയ്ത രീതിയിലും നമുക്ക് ബോർഡിനെ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. അതുപോലെ തന്നെ എൻസോ മരസ്കയോടും ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. പുള്ളി ചില മാച്ചുകളിൽ എടുക്കുന്ന ടാക്ടിക്കൽ ഡിസിഷൻസും മറ്റും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. 100% അഗ്രി ചെയ്യുന്നു. സോ എൻസോ മരസ്ക മാറ്റുമോ ഇല്ലയോ ഐ ഡോണ്ട് നോ. പക്ഷേ സാക്കിങ് ഹിം റൈറ്റ് നൗ കുറച്ച് എന്നാ പറയുക ഹാർഷ് കോൾ ആയിരിക്കും എന്നൊരു ഫീൽ എനിക്കിപ്പോൾ. കാരണം ദേ ആർ ഓൾറെഡി ഇൻ ടോപ്പ് 4 റേസ്. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് 8 എത്താം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. അടുത്ത റൗണ്ടിലോട്ട് കടക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. സോ എൻസോ മരസ്കനെ ഇപ്പം സാക്ക് ചെയ്യുന്നത് കുറച്ച് ഹാർഷായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ അതും കൂടെ ഒന്ന് പറഞ്ഞ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നിർത്തി. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.